അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ലുക്കൈമത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിലേക്ക് 1/4 കപ്പ് ലുക്ക് വാം വാട്ടറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ആ ഒരു ഈസ്റ്റ് അലിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും അലിയിച്ചെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതിയാവും. ചൂട് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ, ഇത്രയും കാര്യങ്ങൾ ചേർത്തതാ ഇതുപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതാ ഗ്ലാസ്സിലേക്ക് പൈപ്പിംഗ് ബാഗ് വെച്ച് ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ബാറ്റർ ആക്കിയിട്ടാണ് ഈ ഒരു ലുക്കൈമത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് സ്പൂൺ എണ്ണയിൽ ഇടയ്ക്കിടയ്ക്ക് മുക്കിയിട്ട് കോരിയിട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്രി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയാണെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുക. ലുക്കൈമത്ത് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ തൊട്ട് മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയും വ്യത്യാസമുണ്ട്, ചെയ്യുന്ന മെത്തേഡും വ്യത്യാസമുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ കേട്ടോ. അപ്പോൾ അതാണെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ലുക്കൈമത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് സമയം ഇട്ട് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ കോരി മാറ്റണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ്സോടുകൂടി തന്നെ ഇരിക്കുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൽ കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കൈമത്തിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് അങ്ങ് പോവും. പിന്നെ അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ചൂടൊന്നും വേണ്ട കേട്ടോ. ചൂടാറിയ ഷുഗർ സിറപ്പിൽ ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഒന്നും കൂടെ നന്നാവുക. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് സിറപ്പ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതാ മുഴുവൻ ലുക്കൈമത്ത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുത്തു. അതിന് മുകളിലായിട്ട് അല്പം വെളുത്ത എള്ളും കുറച്ച് ഹണിയും കൂടെ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. നല്ല ക്രഞ്ചിനെസ്സോട് കൂടിയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ലുക്കൈമത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. താങ്ക് യു.